എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ബാലകാന്ഡം അവസാനിച്ചു. രണ്ടാമത്തെ കാണ്ഡമായ അയോധ്യാകാന്ഡത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ. അപ്പോൾ അയോധ്യാകാന്ഡത്തിലെ കഥകളെന്ന് ചുരുക്കി പറയാം. ശ്രീരാമനും ലക്ഷ്മണനും ഭരതശത്രുഘ്നന്മാരുമൊക്കെ തൻ്റെ പത്നിമാരോടുമൊത്ത് അയോധ്യയിൽ വസിക്കുന്ന കാലത്ത് നാരദ മഹർഷി ദശരഥൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. ശ്രീരാമൻ നാരദ മഹർഷി വന്നതറിഞ്ഞ് വേഗം ചെന്ന് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നമസ്കരിച്ച് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ നാരദ മഹർഷി ശ്രീരാമനോട് പറഞ്ഞു, എനിക്ക് അങ്ങയോട് തനിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന്. ശ്രീരാമനോട് പറഞ്ഞതനുസരിച്ച് ശ്രീരാമനും നാരദ മഹർഷിയും തന്നെ ഒരു മുറിയിൽ കടന്നു. നാരദ മഹർഷി രാമനോട് പറയും, അങ്ങയുടെ അവതാരത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമല്ലോ, അങ്ങയെ ഒന്ന് ഓർമ്മിപ്പിക്കണം. അതിനുവേണ്ടി വന്നതാണ്, ബ്രഹ്മദേവൻ പറഞ്ഞിട്ട് വന്നതാണ്. രാവണവധം എങ്ങനെ നടക്കും എന്നുള്ളത് ഒരു സംശയം എല്ലാവർക്കും. കാരണം അങ്ങ് ഇവിടെ വിവാഹമൊക്കെ കഴിഞ്ഞു കൊട്ടാരത്തിൽ വസിക്കുകയാണ് പത്നിയോട് ഒരുമിച്ച്. ഇനിയും സന്താനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം രാവണവധം നടക്കുമോ? അങ്ങ് ഈ ഗൃഹസ്ഥാശ്രമിയായിട്ട് ഇങ്ങനെ വാണുപോവുകയല്ലേ എന്നൊരു സംശയം ബ്രഹ്മദേവന്. അതുകൊണ്ട് അങ്ങയെ ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് വെച്ച് വന്നതാണ് ഞാനെന്ന് പറയും. അത് കേട്ടോണ്ട് ശ്രീരാമൻ പറയും, അതിന് വിഷമിക്കേണ്ട, ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് അനുസരിക്കും. എൻ്റെ കർത്തവ്യമാണ്, അതിനൊരു മാറ്റവും വരത്തില്ല. ചെന്ന് ബ്രഹ്മദേവനോട് പറഞ്ഞുകൊള്ളൂ, എല്ലാം അതിൻ്റെ സമയത്ത് തന്നെ സംഭവിക്കും. അഭിഷേകമൊക്കെ മുടങ്ങും. അങ്ങനെ രാവണവധത്തിനുള്ള വഴിയെല്ലാം തെളിയും. സമാധാനമായിരിക്കാൻ ബ്രഹ്മദേവനോട് പറയുമെന്ന് പറഞ്ഞ് നാരദ മഹർഷിയെ പറഞ്ഞു വിടും. എന്നാൽ ദശരഥ മഹാരാജാവ് രാമനെ രാജാവായി അഭിഷേകം ചെയ്യാനുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ തുടങ്ങിയിരിക്കുകയാണ്. നല്ലൊരു മുഹൂർത്തമാണ്. ഇനി ഉടനെയൊന്നും ഒരു മുഹൂർത്തവുമില്ല. അതുകൊണ്ട് കേകയത്തിൽ പോയിരിക്കുന്ന ഭരതനും ശത്രുഘ്നും ഒന്നും വരാൻ കാത്തു നിൽക്കേണ്ട എന്ന് പോലും പറഞ്ഞാണ് ഇവിടെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഈ അഭിഷേകം നടന്നു കഴിഞ്ഞാൽ പിന്നെ പറ്റുകയല്ലോ. അതുകൊണ്ട് എന്തോ ചെയ്തു, ദേവന്മാരെല്ലാവരും കൂടെ തീരുമാനിച്ച് സരസ്വതീ ദേവി പറഞ്ഞു, കൈകേയിയുടെ തോഴി മന്ദരയുടെ നാവിൽ പോയി വിളങ്ങി മന്ദരയെ കൊണ്ട് കൈകേയിയുടെ മനസ്സ് മാറ്റിക്കണം. അങ്ങനെ മന്ദരയുടെ നാവിൽ സരസ്വതി ദേവി വന്ന് വിളങ്ങി അവളെ കൊണ്ട് പലതും പറയിപ്പിച്ചു, മനസ്സ് മാറ്റിച്ചു. രാജാവായിട്ട് ശ്രീരാമൻ വന്നു കഴിഞ്ഞാൽ കൈകേയിക്ക് ഇവിടെ ഒരു സ്ഥാനവും കാണത്തില്ല. ഭരതനെയൊക്കെ അവർ ശ്രദ്ധിക്കത്തില്ല. ലക്ഷ്മണന് ആയിരിക്കും പിന്നെ സ്ഥാനം. സുമിത്രയുമായിട്ടാണല്ലോ കൗസല്യയ്ക്ക് കൂട്ടെന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞ് കൈകേയിയെ കൊണ്ട് അഭിഷേകം മുടക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കും. അപ്പോൾ എങ്ങനെയാണ് ഇനി അഭിഷേകം മുടക്കുന്നതെന്ന് ചോദിക്കും. അപ്പം കൈകേയിയോട് പറയും, പണ്ട് നിനക്ക് 2 വരം തന്നിട്ടില്ലേ, ആ 2 വരം ഇപ്പോൾ നീ ആവശ്യപ്പെടണം. അതിലൊന്ന് 14 വർഷം കാട്ടിൽ താമസവേഷത്തിൽ രാമൻ കഴിയണം. രണ്ടാമത്തെ വരം ഭരതനെ രാജാവാക്കണം. ഇത് രണ്ടും എങ്ങനെയെങ്കിലും മേടിച്ചു കൊള്ളണം. അതുവരെ നീ കരഞ്ഞ് വസ്ത്രങ്ങളൊക്കെ മലിനമാക്കി കിടക്കാൻ പറഞ്ഞു. അങ്ങനെ കൈകേയി കൊട്ടാരത്തിൽ വളരെ സങ്കടപ്പെട്ട് അവിടെ ഇങ്ങനെ നിലത്ത് കിടക്കുകയാണ്. ഈ വിവരം അറിഞ്ഞ് എന്താണ് സംഗതി എന്നറിയാൻ വേണ്ടി രാജാവ് കൈകേയിയുടെ കൊട്ടാരത്തിലെത്തും. അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ രാജാവിന് വളരെ വിഷമമായി. എങ്ങനെ ഞാൻ ഈ സത്യലംഘനം നടത്തും, ഞാൻ രാജാവായിട്ട് ഭരതനെ വാഴിക്കാമെന്ന് എങ്ങനെ ഞാൻ പറയും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പണ്ട് അങ്ങ് എനിക്ക് തന്ന വരങ്ങൾ മറന്നുപോയോ? ആ വരം 2 എനിക്ക് തരണം, അല്ലെങ്കിൽ അത് സത്യലംഘനമാകത്തില്ലേ? ശ്രീരാമൻ പിന്നെ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ദശരഥൻ ആകെ വിഷമത്തിലായി. എന്തു ചെയ്യും ഇനി? നിവൃത്തിയില്ലാതെ ശ്രീരാമനെ രാജാവാക്കണ്ട, ഇനി 14 വർഷം വനത്തിന് അയക്കാമെന്ന് വെച്ചാൽ അത് എല്ലാ ഒരുക്കങ്ങളും തുടങ്ങി. എങ്ങനെ ജനങ്ങളോട് പറയാം? ആകെ സങ്കടത്തിലായി അദ്ദേഹം ബോധരഹിതനായി വീണു. ഉടനെ തന്നെ വിവരം അറിഞ്ഞു. എല്ലാവരും തോഴിമാരും ഒക്കെ കിടന്ന് കരയും ബഹളമൊക്കെ ചെയ്യുന്നത് കേട്ട് മന്ത്രിയും ഗുരുവൊക്കെ വന്നു. പിന്നീട് അതെല്ലാം രാമനെ വിളിച്ചുകൊണ്ട് വന്നു. വേഗം രാമനെ വിളിച്ചുകൊണ്ട് വന്നു. രാമൻ പിതാവിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനൊന്നും അങ്ങ് വിഷമിക്കേണ്ട, ഞാൻ 14 വർഷം കാട്ടിൽ പോയി വസിക്കാം, ഭരതൻ രാജാവാകട്ടെ, അതിന് ആണോ അങ്ങ് ഇത്ര വിഷമിക്കുന്നത്? അത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ വരത്തില്ലേ? അതുകൊണ്ട് അച്ഛൻ സമാധാനിക്കും. അച്ഛൻ എന്തായാലും സത്യലംഘനം ചെയ്യരുത്. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അത് ശരിയല്ലല്ലോ ഒരു രാജാവിന് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ദശരഥ മഹാരാജാവിനെ കൊണ്ട് രാജാവാകുന്നതിന് ഭരതനെ സമ്മതിപ്പിച്ച് താൻ വനത്തിന് പോകാനായിട്ട് തയ്യാറാവും. അങ്ങനെ മരവുരിയൊക്കെ ധരിച്ച് ലക്ഷ്മണനോടും സീതയോടുമൊപ്പം യാത്രയായി. പുത്രന്മാരാരും അടുത്തില്ല.
ഭരതനും ശത്രുഘ്നും കൈകേയിയുടെ മാതുലിനെ കാണാനായിട്ട് പോയിരിക്കുക. മക്കളാരും ഇല്ലാത്ത ദുഃഖത്തിൽ ദശരഥൻ അതീവ ദുഃഖത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നെ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് എത്തിക്കാൻ പറഞ്ഞു. വളരെയേറെ വിഷമത്തിലാണ് അദ്ദേഹം. പുത്രദുഃഖം കൊണ്ട് അദ്ദേഹം പരമഗതിയെ അടഞ്ഞു. ഈ ഒരു ദുഃഖത്തിന് കാരണമുണ്ട്. വളരെ പണ്ട് രാജാവായിട്ട് നായാട്ടിന് വനത്തിലെത്തിയ സമയം ആനതുമ്പിക്കൈ വെള്ളം കുടിക്കുന്ന ശബ്ദമാണെന്ന് തോന്നി ശബ്ദം ലക്ഷ്യം വെച്ച് അമ്പെയ്തു. പക്ഷേ അതൊരു മുനികുമാരൻ കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദമായിരുന്നു. രാജാവ് ഓടിയെത്തിയപ്പോൾ കണ്ടത് വേദന കൊണ്ട് ഉടയുന്ന കുമാരനെയാണ്. കുമാരൻ പറഞ്ഞു, കുറച്ച് മാറി കണ്ണിന് കാഴ്ചയില്ലാത്ത എൻ്റെ മാതാപിതാക്കൾ ഇരിക്കുന്നുണ്ട്. അവർക്ക് ഈ ദാഹജലം കൊണ്ടുകൊടുത്ത് വിവരം പറയുന്നു. വിഷമത്തോടെ അല്പം ഭയത്തോടെയും ചെന്ന് ആ ജലം നൽകി. അപ്പം അവർ ചോദിക്കും, ഇത് ഞങ്ങളുടെ മകനല്ലല്ലോ, അവനെന്തു പറ്റി? അപ്പോൾ രാജാവ് വിവരങ്ങളെല്ലാം പറഞ്ഞു. അവർ പലതും പറഞ്ഞ് കരഞ്ഞു. പിന്നീട് പറഞ്ഞു, ഒരു ചിത കൂട്ടി പുത്രൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വേണ്ടത് ചെയ്തു തരണമെന്ന് പറഞ്ഞു. രാജാവ് അവരെ ചുമലിലേറ്റി കൊണ്ടുപോയി ചിതയൊക്കെ ഒരുക്കി. അവർ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചിതയിൽ തീ കൊളുത്തി അതിലേക്ക് ചാടി അവരും അവരുടെ ദേഹം ഉപേക്ഷിച്ചു. മരിക്കുന്നതിന് മുമ്പ് ആ ദേഹം ചിതയിലേക്ക് ചാടുന്നതിന് മുമ്പ് അവർ ഇത്രയും കൂടെ പറഞ്ഞു, എന്നെപ്പോലെ പുത്രദുഃഖത്താൽ മരിക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു. ഈ ഒരു ശാപമാണ് ദശരഥനെ ബാധിച്ചത്. അതാണ് രാമനും സീതയും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും ആരും അടുക്കലില്ലാത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അങ്ങനെ ദശരഥൻ ചരമഗതി അടയുന്നു. രാമൻ്റെ പട്ടാഭിഷേകമൊക്കെ മുടങ്ങി. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്നിവിടെ പറയാൻ കഴിയുന്നത്. അടുത്ത ഭാഗം നാളെ നമുക്ക് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം.